2019 ലോക്സഭയിലെ തെരഞ്ഞെടുപ്പ് ഫലം അത് കേരളത്തിൽ ലഭിച്ച വോട്ട് ഷെയറും കേരളത്തിലെ UDFിൻ്റെ മുന്നേറ്റവും ഇടതുപക്ഷത്തെ ശരിക്കും തകർത്ത് കളയുകയാണ് ചെയ്തത്. UDF നേതാക്കളുടെ ഭൂരിപക്ഷം മാത്രമല്ല, അവർ പിടിച്ച വോട്ട് ഷെയർ മാത്രമല്ല, അവരുടെ അട്ടിമറി വിജയങ്ങൾ ഇടതുപക്ഷത്തെ അതിശയിപ്പിക്കുക തന്നെ ചെയ്തു. എന്നാൽ പിന്നീട് ഉണ്ടായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റം ഒക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ ഇടതുപക്ഷത്തിന് ഇനി അങ്ങോട്ട് മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത വിധത്തിലേക്ക് കേരളത്തിൽ രാഷ്ട്രീയപരമായി ഇടതുപക്ഷത്തിൻ്റെ കുഴി അവർ തന്നെ കുഴിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്കും ധൂർത്തും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവും കാണിച്ചുകൊണ്ട് ഇടതുപക്ഷം ഇങ്ങനെ അവരുടെ രാഷ്ട്രീയ കിങ്കരന്മാർക്ക് മാത്രം നേട്ടങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പൊതുജനങ്ങൾ കഴുതിയല്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ കൂടി ഈ തെരഞ്ഞെടുപ്പുകളെ ഉപയോഗിക്കേണ്ടതായി ഉണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അന്തിമ വിധി അത് കഴിഞ്ഞ ലോക്സഭയെക്കാളും വലിയ രീതിയിലുള്ള പ്രകമ്പനമായിരിക്കും ഇടതുപക്ഷത്തിന് സൃഷ്ടിക്കുക. ആഘാതം എന്ന് പറയുന്ന വളരെ വലുതായിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 4,31,770 ആയിരുന്നു. അത് വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കണ്ടു കാണുന്നതെന്നും ഇടതുപക്ഷം അവിടെ 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇടതുപക്ഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും BJPയുമായി നടത്തിയിരിക്കുന്ന കൂട്ടുകച്ചവടം വ്യക്തമാണ് എന്ന് മുതിർന്ന നേതാവും തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ K മുരളീധരൻ പരസ്യമായി തന്നെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ, അതായത് തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ ഗുരുവായൂരിലും നാട്ടികയിലും പ്രകടമായിട്ടുള്ള ക്രോസ് വോട്ടിംഗ് നടന്നിരിക്കുന്നു എന്ന് ഇതിനോടകം തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നു. തൃശ്ശൂരിൽ മാത്രമല്ല, കൃത്യമായും തിരുവനന്തപുരത്തും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ നടത്താൻ വേണ്ടി CPIM ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് എന്ന് നിരവധിയായ കോൺഗ്രസ് നേതാക്കൾ പറയുകയുണ്ടായി. കോൺഗ്രസിൻ്റെ മാത്രമല്ല UDF നേതാക്കളും പറയുന്നുണ്ട്. കേരളത്തിൽ എന്നാൽ പോലും UDFിൻ്റെ മുന്നേറ്റത്തെ തടുക്കാൻ കഴിയില്ലെന്നും ഇടതുപക്ഷം ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അതിശക്തമായി ഇടതുപക്ഷത്തിന് തിരിച്ചടി ലഭിക്കുമെന്നും UDF കൃത്യമായി കണക്കൂട്ടുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് വയനാടാണെങ്കിലും ഒട്ടേറെ മണ്ഡലങ്ങളിൽ UDF 1,00,000-ന് മുകളിൽ വോട്ട് ഭൂരിപക്ഷമായി നേടിക്കഴിഞ്ഞിരുന്നു. അത്തരത്തിൽ ഒരു സാഹചര്യം ഇക്കുറിയും ആവർത്തിക്കപ്പെട്ടാൽ അതിൽ ഒരു സംശയം വേണ്ട, കേരളത്തിൽ വീണ്ടും ഒരു UDF അപ്പർ ഹാൻഡ് ഉണ്ടാകും എന്ന് മാത്രമല്ല, അത് നാളുകളോളം നിലനിൽക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഒരു കൂട്ടത്തോൽവിയായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെന്ന് അവർ തന്നെ വിലയിരുത്തുന്നുണ്ട്. 2 or 3 സീറ്റ് കിട്ടിയാൽ പോലും അത് മഹാഭാഗ്യം. ഒന്നും കിട്ടാതിരിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും കിട്ടുന്നതായിരിക്കുമല്ലോ നല്ലത് എന്ന വിലയിരുത്തലാണ്. അങ്ങനെ നോക്കുമ്പോൾ അവർ ആകെ പ്രതീക്ഷിക്കുന്ന 2 or 3 സീറ്റുകളുണ്ട്. കടുത്ത മത്സരം എന്ന് അവർ തന്നെ പറയുന്നത്. എന്നാൽ UDFന് അവിടെ കടുത്ത മത്സരമൊന്നും പറയാൻ കഴിയില്ല. ചില എക്സിറ്റ് പോൾ സർവേകളോ അല്ലെങ്കിൽ ചില മാധ്യമങ്ങളുടെ വിലയിരുത്തലോ അല്ലല്ലോ ജനകീയത എന്നാണ് UDF പറയുന്നത്. ആറ്റിങ്ങിലും വടകരയുമൊക്കെയാണ് ആ ലിസ്റ്റിൽ പെടുന്നതെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലങ്ങളിലൊന്നും സംശയത്തിൻ്റെ നിഴൽ പോലുമില്ല. അത്രയേറെ അവർ ഹൈപ്പിൽ തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ വലിയ സാഹചര്യം നിലനിൽക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് ആധിപത്യം തുടരാമെന്നാണ് UDF നേതാക്കൾ പറയുന്നത്.